उत्तमश्लोके भक्तिर्भवति नैष्टिकी मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं ശ്രീചൈതന്യൈശ്വരം. ഹരേ കൃഷ്ണ. നമ്മളിന്ന് വായിക്കുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 6-ാമത്തെ അധ്യായം. നാരദനും വ്യാസദേവനും തമ്മിലുള്ള സംഭാഷണം. ശ്ലോകം 32. ദേവദത്താമിമാം വീണാം സ്വരബ്രഹ്മവിഭൂഷിതാം മൂർച്ഛയിത്വാ ഹരികഥാം ഗായമാനശ്ചരാമ്യഹം. ദേവദത്തമിമാം വീണാം സ്വരബ്രഹ്മവിഭൂഷിതാം മൂർച്ഛയിത്വാ ഹരികഥാം ഗായമാനശ്ചരാമ്യഹം. ദേവദത്താമിമാം വീണാം സ്വരബ്രഹ്മവിഭൂഷിതാം മൂർച്ഛയിത്വാ ഹരികഥാം ഗായമാനശ്ചരാമ്യഹം. മലയാളത്തിൽ ഇതിൻ്റെ വിവർത്തനമില്ല, മിസ് ചെയ്തു പോയി. പ്രിൻ്റിൽ വിവർത്തനം എന്ന് പറഞ്ഞിരിക്കുന്നത് ഭാവാർത്ഥമാണ്. അതായത് ദേവദത്തമിമാം വീണാം സ്വരബ്രഹ്മ വിഭൂഷിതാം. അതായത് പരമപുരുഷ ഭഗവാനായ ശ്രീകൃഷ്ണനാൽ ദത്തം സമ്മാനിക്കപ്പെട്ട ഈ വീണ സ്വരബ്രഹ്മ വിഭൂഷിതാം. അതായത് ബ്രഹ്മമാകുന്ന സ്വരത്താൽ വിഭൂഷിതനായിരിക്കുന്നു ആര്? നാരദ മഹർഷി. അദ്ദേഹം എന്ത് ചെയ്യുന്നു? മൂർച്ഛയിത്വാ ഹരികഥാം. എല്ലായ്പ്പോഴും ഈ വീണയിൽ നാരദ മഹർഷി മീട്ടുന്നത് ഹരികഥാം. ഗായമാനശ്ചരാമ്യഹം. ഇതിങ്ങനെ പാടിക്കൊണ്ട് ചരാമി അഹം, ഞാൻ എല്ലായിടത്തും സഞ്ചരിക്കുന്നു എന്ന് ആര് പറയുന്നു? നാരദ മഹർഷി വേദവ്യാസരോട് പറയുന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി ഭാവാർത്ഥം. ശീലപ്രഭുപാദ് കി ജയ്. വീണ എന്ന സംഗീതോപകരണം നാരദന് സമ്മാനിച്ചത് ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് ലിംഗപുരാണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ വസ്തുത ശില ജീവ ഗോസ്വാമിയാൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുമുണ്ട്. ശ്രീകൃഷ്ണനും നാരദനും നിർവിശേഷമാണ് ഈ അതീന്ദ്രിയ സംഗീതോപകരണം. എന്തെന്നാൽ ഇവയെല്ലാം തന്നെ സമാന അതീന്ദ്രിയ വിഭാഗങ്ങളാകുന്നു. ഇത്തരം സംഗീതോപകരണത്താൽ സൃഷ്ടിക്കപ്പെടുന്ന ശബ്ദപ്രകമ്പനങ്ങൾ ഭൗതികങ്ങളല്ല. ആകയാൽ നാരദൻ്റെ ഈ സംഗീതോപകരണത്താൽ വിസ്തൃതമായി വിതരപ്പെടുന്ന മാഹാത്മ്യങ്ങളും ലീലകളും ഭൗതിക ലഹരിയുടെ ഛായ ലവലേശം പോലും ഇല്ലാത്ത ആത്മജ്ഞാനമാകുന്നു. സപ്തസ്വരങ്ങൾ, അതായത് സ രി ഗ മ പ ധ നി എന്നിവ അതീന്ദ്രിയവും സവിശേഷമായി അതീന്ദ്രിയ ഗാനങ്ങളെ ഉദ്ദേശിച്ചുള്ളവയുമാകുന്നു. ഭഗവാന്റെ ശുദ്ധഭക്തനാകയാൽ ഭഗവാനാൽ സമ്മാനിതമായ സംഗീതോപകരണത്തെ സ്വീകാര്യമാം വിധം ഭഗവാനോടുള്ള അദ്ദേഹത്തിൻ്റെ ധാർമ്മിക ബാധ്യതയെ ശ്രീനാരദൻ സദാ സഫലമാക്കുകയും അപ്രകാരം ഭഗവാന്റെ അതീന്ദ്രിയ മഹാത്മ്യങ്ങളെ ആലപിക്കുന്നതിൽ സദാ നിയുക്തനാകുകയും ചെയ്യുകയാൽ അദ്ദേഹത്തിൻ്റെ ഉദാത്ത പദവിയിൽ അസ്ഖലിതനാകുന്നു. ഭഗവത്ഗീതയിൽ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ശ്രീ നാരദമുനിയുടെ കാലടികളിൽ പിന്തുടർന്ന് ഭൗതിക ലോകത്തിലെ ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തികൾ സപ്തസ്വരങ്ങളെ യഥോചിതമായി ഉപയോഗപ്പെടുത്തി ഭഗവാന്റെ അതീന്ദ്രിയ മഹാത്മ്യങ്ങൾ സദാ ആലപിച്ചുകൊണ്ട് ഭഗവത് സേവനത്തിൽ അവയെ വിനിയോഗിക്കണം. ഓം തത്സത്. ഓം ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇംഗ്ലീഷിലുണ്ട്, അതാണ് ഞാനിപ്പോൾ പറഞ്ഞു, വിവർത്തിച്ചു. അപ്പോൾ അതായത് നാരദ മഹർഷി ഇതാദ്യമായിട്ടല്ല നാരദ മഹർഷി ഒരു ഗായകനാകുന്നത്. നാരദ മഹർഷിയുടെ ദാസീപുത്ര ചരിത്രത്തിന് മുൻപായിട്ട് നാരദ മഹർഷി എന്തുകൊണ്ടാണ് ഒരു ദാസീപുത്രനായി ജനിക്കേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ, അതിനു മുമ്പ് നാരദ മഹർഷി ഒരു ഗന്ധർവനായിരുന്നു. അതായത് ഉപരിലോകങ്ങളിൽ ഏറ്റവും അധികം പേരുകേട്ട പ്രശസ്തി ആർജിച്ച ഒരു ഗന്ധർവനായിരുന്നു നാരദ മഹർഷി. അപ്പോൾ ഇദ്ദേഹം എല്ലായിടത്തും പോയി, ഗന്ധർവൻ എന്ന് പറഞ്ഞാൽ തന്നെ ഗാനം ആലപിക്കുന്നവരുടെ ലോകമാണ് ഈ ഗന്ധർവ ലോകം എന്ന് പറയുന്നത്. അപ്പോൾ
അവിടെ ഉണ്ടായിരുന്ന ഉപബർഹണൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു ഗായകനായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അതിസുന്ദരമായിട്ട് ഭഗവാന്റെ ഗാനങ്ങൾ ആലപിക്കും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ബ്രഹ്മലോകത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ബ്രഹ്മാവിൻ്റെ അവിടെ ബ്രഹ്മാവ് ഒരു വലിയ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് ഭഗവാന്റെ ഗുണഗാനങ്ങൾ പ്രകീർത്തിക്കുന്ന തരത്തിൽ ഒരു വലിയ പരിപാടി ആസൂത്രണം ചെയ്യുകയും അതിലേക്ക് ഈ ഉപബർഹണനെ ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ മഹാദേവൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു. അപ്പോൾ അവിടെ വച്ച് ഈ ഉപബർഹണൻ അവിടെ പോയി കഴിഞ്ഞപ്പോൾ നമുക്കെല്ലാം തോന്നുന്ന പോലെ അദ്ദേഹത്തിനും തോന്നി, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും എൻ്റെ പാട്ട് കേൾക്കാനാണല്ലോ വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു അഹങ്കാരമുണ്ടായി. കാരണം 33 കോടി ദേവകളും എല്ലാവരും അവിടെ സന്നിഹിതരായിരിക്കുന്നു, മഹാദേവൻ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ ഇദ്ദേഹം പാടിത്തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിനൊരല്പം അഹങ്കാരമുണ്ടായി. അപ്പോൾ ആ അഹങ്കാരം കൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ആ ഗാനം ശ്രവിച്ചുകൊണ്ടിരുന്ന മഹാദേവനും ബ്രഹ്മാവിനും ഉടനെ തന്നെ പിടികിട്ടി. അതായത് ഇയാൾ പാടുന്നുവെങ്കിലും ഇയാളുടെ അവബോധം ശരിയായ സ്ഥലത്തിലല്ല സ്ഥിതമായിരിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ അദ്ദേഹം, ആ ഗന്ധർവൻ ശപിക്കപ്പെട്ടു. അതായത് നീ ഒരു ദാസീപുത്രനായി ജനിക്കട്ടെ എന്ന് അദ്ദേഹത്തിന് ശാപം കിട്ടി. അങ്ങനെ ശപിക്കപ്പെട്ടിട്ടാണ് നാരദ മഹർഷി ദാസീപുത്രനായിട്ട് ജനിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു വലിയ പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആലപിക്കുന്നത് ഭഗവാനെ ഭജിക്കുന്നതാണെങ്കിൽ പോലും, ഇത് ശ്രീല പ്രഭുപാദർ എല്ലായിടത്തും പറയാറുണ്ട്, ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറും ഇത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു പെയ്ഡ് പെർഫോമർ എന്ന രീതിയിൽ ഒരിക്കലും നമ്മുടെ ഭജനകൾ അല്ലെങ്കിൽ നമ്മുടെ സങ്കീർത്തനം ചെയ്യാൻ പാടില്ല എന്ന്. മനസ്സിലാകുന്നില്ല? പെയ്ഡ് പെർഫോമർ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ പ്രഭുപാദ് ഇവിടെ ഈ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, ഈ സപ്തസ്വരങ്ങളും യഥാർത്ഥത്തിൽ അവയെല്ലാം ഭഗവാനെ പ്രകീർത്തിക്കാനായിട്ട് ഈ നമ്മുടെ ഈ സംഗീതം എന്ന് പറയുന്നത് തന്നെ ഇതും ഉപരിലോകത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ ഉദ്ദേശം തന്നെ സ്വരമാധുര്യത്തോടു കൂടി ഭഗവാനെ പ്രകീർത്തിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഈ കർണാടക സംഗീതം എന്ന് പറയുന്ന ശാസ്ത്രീയ സംഗീതം എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തെല്ലാം ഭഗവാനെയും ദേവന്മാരെയും പ്രകീർത്തിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് വേറെ ഒരു ഇന്ദ്രിയ സുഖത്തിനായിട്ടുള്ള ഒന്നുമേ ഇല്ല ഇതിനകത്ത് ശരിക്കും. പക്ഷെ പിന്നീട് അതിനെ വക്രീകരിച്ച് കുറേ പേരിരുന്ന് പാടുന്നു, കുറേ ആളുകൾ ഇരുന്ന് കേൾക്കുന്നു. അപ്പോൾ അവർ എന്താ പറയുക, സംഗീതത്തിൻ്റെ മാധുര്യത്തെ ആസ്വദിക്കുന്നു. അതിനകത്തുള്ള ഭഗവാന്റെ പ്രകീർത്തനം മറന്നു പോവുകയാണ്. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാടുന്ന ആളുടെ അവബോധവും കേൾക്കുന്ന ആളുടെ അവബോധവും തമ്മിൽ താരതമ്യം പ്രാപിക്കും. അതായത് ഇപ്പോൾ ഞാൻ പാടുന്നത് നിങ്ങളെല്ലാവരും കേട്ട് കൈയടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ പാടുകയാണെങ്കിൽ, നിങ്ങളെല്ലാവരും കേൾക്കുമ്പോഴും നിങ്ങൾക്ക് അതേ അവബോധമാണ് നിങ്ങളിലേക്ക് പകർന്നു വരുന്നത്. ഭാഗവതം കേൾക്കുന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള എന്താണ്? ഇതിനു വേണ്ടിയിട്ടാണ് ഭാഗവതം കേൾക്കേണ്ടത്. അല്ലാതെ കേട്ടതുകൊണ്ട് എനിക്ക് കുറച്ച് മനസ്സിന് സുഖം തോന്നി, അതും ഭാഗവതത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു സൈഡ് ഇഫക്റ്റാണ് മനസ്സുഖം. ഐശ്വര്യം വേണ്ടവർക്ക് ഐശ്വര്യം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഭാഗവത മഹാത്മ്യത്തിൽ പറയുന്നു, ഭാഗവതം കൽപ്പവൃക്ഷം പോലെയാണ്. അപ്പോൾ നിങ്ങൾ 7 ദിവസം ഭാഗവതത്തിൻ്റെ ഒരു സപ്താഹം വിധിപ്രകാരം നടത്തുകയാണെങ്കിൽ ഇന്നിന്ന രീതിയിലുള്ള ഫലങ്ങളെല്ലാം കിട്ടുന്ന ഭാഗവത സപ്താഹ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. വിധിപ്രകാരം നടത്തുകയാണെങ്കിൽ അതിനകത്ത് ആദ്യത്തെ വിധി എന്ന് പറയുന്നത് ഈ സപ്താഹം പറയുന്ന ആളുടെ യോഗ്യതകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ അടുത്തിടെയായിട്ടൊരു വൃന്ദാവനത്തിലൊരു ബ്രഹ്മചാരി പറയുന്നത് കേട്ടു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ആ യോഗ്യതകളുടെ ലിസ്റ്റ് എടുത്താൽ തന്നെ നമുക്ക് ആർക്കും അത് ചെയ്യാനുള്ള യോഗ്യതയില്ലെന്ന് നമുക്ക് മനസ്സിലാവും. ആ വിധിപ്രകാരം, മനസ്സിലായില്ലേ, ആ വിധിപ്രകാരം ചെയ്യണമെങ്കിൽ പറഞ്ഞിട്ടുള്ളവരുടെ യോഗ്യത മുഴുവനും നമുക്ക് ആർക്കും ഇല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദർ പറഞ്ഞത് നമ്മൾ സപ്താഹവിധിയിൽ ഭാഗമില്ല. പ്രഭുപാദൻ പലർക്കും ഒരു തെറ്റിദ്ധാരണ, പ്രഭുപാദൻ സപ്താഹത്തിനെതിരായിരുന്നു. പ്രഭുപാദൻ 2 കാര്യമേ പറഞ്ഞു. ഒന്ന്, ഇത് പണം സമ്പാദിക്കാൻ വേണ്ടി ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന ആളുടെ ഭാഗവതം കേട്ടിട്ടുണ്ടെങ്കിൽ ആ ഫലമേ നമുക്ക് കിട്ടൂ. എന്ന് വെച്ചാൽ ഭാഗവതം ശ്രവിക്കുന്നതുകൊണ്ട് ഫലമില്ലെന്നല്ല, പക്ഷേ അയാളുടെ ആ പറയുന്ന വ്യക്തിയുടെ അവബോധത്തിൽ എന്താണുള്ളോ അതല്ലേ കേൾക്കുന്ന ആൾക്ക് കിട്ടുകയുള്ളൂ.
അപ്പോൾ പറയുന്ന എൻ്റെ അവബോധത്തിൽ നിങ്ങളെല്ലാം സുഖിപ്പിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത്രേ സംഭവിക്കുള്ളൂ. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ ശീല പ്രഭുപാദരെ, ഞാൻ പറയുന്ന ഏതാനും വാക്കുകൾ അങ്ങ് പറയുന്നത് പോലെ ആയിരിക്കണമേ. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ഭഗവാന്റെ ഒരു സ്മരണ ഉണ്ടാകണം. ഏതെങ്കിലും വിധത്തിൽ അവരുടെ കൃഷ്ണാബോധം പുഷ്ടിപ്പെടണമേ. ഈ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഫലം കിട്ടും, അല്ലേ? അപ്പൊ നാരദ മഹർഷിയുടെ വീണയിൽ നിന്നും വരുന്നതെല്ലാം തന്നെ, അതിൽ നിന്നും എന്ത് ശബ്ദം വന്നാലും അത് കേൾവിക്കാരന് കൃഷ്ണസ്മരണ ഉണ്ടാക്കും. അതാണ് നാരദ മഹർഷിയുടെ ഏറ്റവും വലിയ കഴിവ്. അത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും തെറ്റ് പറ്റില്ലെന്ന് ചോദിച്ചാൽ ഓൾറെഡി ഒരു തെറ്റ് പറ്റിയല്ലോ ഉപബർഹണനായിട്ടിരുന്നിട്ട്. അപ്പോൾ ശിവനും ബ്രഹ്മാവും രണ്ടുപേരും ഉപബർഹണ പറയുന്ന ഉടനെ തന്നെ നിർത്തുക, ഇനി നീ പാടണ്ട, മനസ്സിലായി? ഇനി നീ പാടണ്ടെന്ന്. അവരാ സത്സംഗം തന്നെ പിരിച്ചുവിട്ടു എന്നാണ് പറയുന്നത്. അതായത് കാരണം ഇയാൾ കയറി പാടിയിട്ട് അത് കേൾക്കുന്ന എല്ലാവരെയും എന്താ പറയുക, അന്തരീക്ഷം തന്നെ മലിനമായി പോയി, മനസ്സിലായി? അത് രാഗം തെറ്റിച്ച് പാടിയതുകൊണ്ടല്ല, പാടുമ്പോൾ അയാളുടെ ചിന്ത ശരിയായിരുന്നില്ല. അപ്പോ അതുകൊണ്ട് പിന്നീട് നാരദ മഹർഷി പാടുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ചിന്ത മാറില്ല, അല്ലേ? 24 മണിക്കൂറും അദ്ദേഹം ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്നു. രഘുനാഥദാസ് ഗോസ്വാമി ഒരു ദിവസത്തിൽ 20 മണിക്കൂറോളം ശ്രീമദ് ഭാഗവതം തന്നെ പാരായണം ചെയ്യുമായിരുന്നു. നാമജപം, ശ്രീമദ് ഭാഗവത പാരായണം. വെറും മോര് മാത്രം കുടിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെന്നാണ് വൃന്ദാവനത്തിൽ പറയുന്നത്. നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നു അതിശയോക്തിയായിട്ട്, മോര് മാത്രം കുടിച്ച ഒരാൾ എത്ര കാലം ജീവിക്കും? നമുക്കറിഞ്ഞുകൂടാ. നമുക്ക് മോര് കുടിച്ച് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കും രഘുനാഥദാസ് ഗോസ്വാമിയുടെ അവബോധം എങ്ങനെയായിരുന്നു നമുക്കറിയില്ലല്ലോ. പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഭാഗവതം പാരായണം ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അത്രയും തൃപ്തി കിട്ടുമായിരുന്നു. അത് കേട്ടതും പഠിച്ചതും ഗദാധര പണ്ഡിതനിൽ നിന്നായതും അദ്ദേഹമാണെങ്കിൽ മറ്റൊരു തികഞ്ഞ ഭാഗവതനാണ്. അപ്പോൾ ഈ കേൾക്കുകയും പഠിക്കുകയും നമ്മൾ ചെയ്യുകയും ചെയ്യുന്നതിനകത്ത് ഇതൊരു വലിയ സയൻസാണ്. ഇത് എത്ര വലിയൊരു സയൻസാണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഈ പ്രഭുപാദർ ഇത് നമുക്ക് നൽകിയിട്ടുള്ളത് കൊണ്ടാണ് നമുക്കെല്ലാവർക്കും ഇന്നത് സാധ്യമാകുന്നത്. ഇല്ലാതെ ഇത് ഇസ്കോണിലുള്ള, ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഇസ്കോണിലുള്ള ഏറ്റവും മുന്തിയ സ്പീക്കർ ആയിക്കോട്ടെ, അത് മുതൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിക്കോട്ടെ, എല്ലാവർക്കും ഈ പ്രഭുപാദരുടെ ഒരു കാരുണ്യം ഉള്ളത് കൊണ്ടിട്ട് മാത്രമാണ് നമ്മൾ വാ തുറന്നാൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ സ്വയം വിലയിരുത്തുമ്പോൾ നമുക്കറിയാം നമ്മുടെ സ്റ്റാൻഡേർഡ് എത്രയാണെന്ന്, അല്ലേ? ഇനി എങ്ങാനും എൻ്റെ സ്റ്റാൻഡേർഡ് കൂടിപ്പോയെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്, മനസ്സിലായി? നമ്മളെല്ലാവരും പ്രഭുപാദരുടെ ഈ കാരുണ്യത്തെ, പ്രഭുപാദരുടെ ഈ വാക്കുകൾ, ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ല, ഇന്നലത്തെ ഭാവാർത്ഥത്തിലെ ലാസ്റ്റ് സെന്റൻസ് പ്രഭുപാദർ നമുക്കൊരു റീഅഷ്വറൻസ് തന്നു. ഇന്നത്തെ ശ്ലോകത്തിലെ ഭാവാർത്ഥത്തിലെ ലാസ്റ്റ് സെന്റൻസ് പ്രഭുപാദർ നമുക്ക് തരുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്. എന്താണത്? ഭഗവത്ഗീതയിൽ സ്ഥിരീകരിക്കപ്പെട്ടതുപോലെ ശ്രീ നാരദമുനിയുടെ കാലടികളെ പിന്തുടർന്ന് ഭൗതിക ലോകത്തിലെ ആത്മസാക്ഷാത്കാരം നേടിയ വ്യക്തികൾ സപ്തസ്വരങ്ങളെ യഥോചിതമായി ഉപയോഗപ്പെടുത്തി ഭഗവാന്റെ അതീന്ദ്രിയ മഹാത്മ്യങ്ങൾ സദാ ആലപിച്ചുകൊണ്ട് ഭഗവത് സേവനത്തിൽ അവയെ വിനിയോഗിക്കും. ഇത് ഇൻസ്ട്രക്ഷനാണ്, മനസ്സിലായില്ലേ? സന്ദർഭം എന്താണ്? നാരദമുനി എനിക്ക് ഭഗവാൻ വീണ നൽകി, ഇത് ഞാൻ മീട്ടിക്കൊണ്ട് എല്ലായിടത്തും, ഇല്ലേ, ഞാൻ എല്ലായിടത്തും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയാണ് നാരദ മഹർഷി പറഞ്ഞത്. പ്രഭുപാദർ തന്നെ ഉദാഹരണം എടുത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാനും ഈ പാത പിന്തുടർന്നുകൊണ്ട് എല്ലായിടത്തും ഹരിനാമം പ്രചരിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. പ്രഭുപാദരുടെ കയ്യിൽ വീണ ഉണ്ടായിരുന്നിരിക്കില്ല, അല്ലെങ്കിൽ പ്രഭുപാദർ ആകാശമാർഗേണ അല്ല സഞ്ചരിച്ച്, പ്രഭുപാദർ ഫ്ലൈറ്റ് പിടിച്ചു പോയി. പക്ഷേ നാരദമുനിയുടെ പാതയെ പിന്തുടർന്നാണല്ലോ പ്രഭുപാദർ ഇത് മുഴുവൻ ചെയ്തത്, അല്ലേ? ഇത് ലോകമെമ്പാടും എത്തിക്കണമെന്ന് പ്രഭുപാദർക്ക് തോന്നി. എന്തുകൊണ്ടാണ്? കാരണം പ്രഭുപാദരുടെ ഗുരുനാഥനും അദ്ദേഹത്തിന് ഇതേ നിർദ്ദേശമാണ് നൽകിയത്, അല്ലേ? ഇത് നമ്മൾ ചെയ്യുന്നത് കൊണ്ടിട്ട്, ഇങ്ങനെ ഇതിനെ പ്രചരിപ്പിക്കുന്നത് കൊണ്ടിട്ട് ലോകത്തിലുള്ള എല്ലാവർക്കും ഈ പ്രയോജനമുണ്ടാകട്ടെ. കാരണം കൃഷ്ണനെ സാക്ഷാത്കരിക്കുക എന്നതാണ് ഒരു ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കാവുന്ന ഏറ്റവും ഉത്തമമായ പരിപൂർണത എന്ന് പറയുന്നത് കൃഷ്ണനെ സാക്ഷാത്കരിക്കുക. ആ കൃഷ്ണനെ പൂർണ്ണമായും സാക്ഷാത്കരിക്കണമെങ്കിൽ ഒരുവൻ ഈ ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിക്കാതെ അവന് കഴിയില്ല.
ശ്രീമദ് ഭാഗവതത്തെ ആശ്രയിക്കാതെ നമുക്ക് കൃഷ്ണനെ സാക്ഷാത്കരിക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ വെറും തെറ്റിദ്ധാരണ. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ശ്രീകൃഷ്ണനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായി? ഇത് തുടക്കം മുതൽ ആ ദശമസ്കന്ധം വരെ എത്തുമ്പോഴാണ് നമുക്ക് കൃഷ്ണനെ പരിചയപ്പെട്ട് നമ്മൾ ആദ്യത്തെ സ്കന്ധത്തിൽ പരമസത്യം ആരാണ് എന്നത് തുടങ്ങി പറഞ്ഞ് 10ാം സ്കന്ധത്തിലെത്തുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരത്തിൻ്റെ ആ ഇതിനകത്ത് ദേവന്മാരുടെ പ്രാർത്ഥനയിൽ ഇതേ സത്യത്തെ എടുത്തു പറയുന്നുണ്ട്. 1ാം സ്കന്ധത്തിൽ 1ാം അധ്യായത്തിലെ 1ാമത്തെ ശ്ലോകത്തിൽ സത്യം പരം ധീമഹി എന്ന് പറഞ്ഞില്ലേ. നിങ്ങൾ ദശമസ്കന്ധത്തിലേക്ക് വരുമ്പോൾ ദേവന്മാരുടെ സ്തുതിക്കകത്ത് സത്യം സത്യം പുനഃസത്യം എന്ന് പറഞ്ഞ ശ്ലോകം അല്ലേ. അപ്പം ആചാര്യന്മാർ പറയുന്നത് ഈ സത്യം എവിടെയാണ് വരുന്നതെന്ന് ദശമസ്കന്ധത്തിൻ്റെ തുടക്കത്തിൽ ദേവന്മാർ നമുക്ക് വ്യാസമഹർഷി പറഞ്ഞ അതിനെ തന്നെ വീണ്ടും സ്ഥിരീകരിക്കുകയാണ്. മനസ്സിലായി? ആ സത്യം വേറെ ആരുമല്ല, ഇപ്പോൾ അങ്ങ് ആ സത്യം, അങ്ങ് സത്യവാനാണ്, സത്യവ്രത എന്നുള്ള വാക്ക് അതിനകത്ത് വരും. അങ്ങ് സത്യവ്രതനായതുകൊണ്ട് അങ്ങിതാ അവതരിച്ചിരിക്കുന്നു ഞങ്ങൾക്കായിട്ട് എന്ന് ദേവന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ആ സത്യം, അതായത് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിന്റെ തുടക്കത്തിൽ തന്നെ സത്യം പരം ധീമഹി, അതിനകത്ത് ആക്ച്വലി ഈ ഭാഗവതത്തിന്റെ എല്ലാം അടങ്ങിയിരിക്കുന്നു. ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട് സത്യം പരം ധീമഹി എന്ന് പറയുന്നതിന് മുൻപായിട്ട് വ്യാസമഹർഷി ഇതിന്റെ തുടക്കത്തിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയും. അതുകൊണ്ട് ആ ഭഗവാൻ വാസുദേവനാണ് ഈ സത്യം പരം ധീമഹി. അത് അവിടെ തന്നെ വ്യാസമഹർഷി പറഞ്ഞു ഉറപ്പിച്ചു. മനസ്സിലായത്? അപ്പൊ എന്തുകൊണ്ടാണ് നേരിട്ട് പലരും പറയും എന്തുകൊണ്ടാണ് അവിടെ തന്നെ സത്യം പരം ധീമഹി എന്നതിനെ മാറ്റിയിട്ട് കൃഷ്ണം പരം ധീമഹി എന്നായിരുന്നെങ്കിൽ പിന്നെ വേറൊരു പ്രമാണത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഇതും രസിക ഭൂവിഭാവുക അല്ലേ. ഈ ഗ്രന്ഥവും പെട്ടെന്നങ്ങ് ആർക്കും വശപ്പെടുത്താൻ പറ്റില്ല. ഇത് രസിക ഭക്തന്മാരെ ആണല്ലോ ഇത് ആസ്വദിക്കാനായി രസിക ഭൂവിഭാവുക എന്ന് പറയുന്നുണ്ട്. രസികനായിട്ടുള്ള രസിക ഭക്തന്മാരെ വരൂ ഈ ശ്രീമദ് ഭാഗവതമാകുന്ന അമലപുരാണത്തെ, ഈ വേദത്തിന്റെ സാരത്തെ, ആ ഒരു അമൃതം പാനം ചെയ്യുവാനായി നിങ്ങൾ വരൂ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ രസിക, അങ്ങനെയുള്ളവർക്ക് ഇത് മനസ്സിലാകുന്നത് സത്യം പരം ധീമഹി തന്നെയാണ് സത്യവ്രത എന്ന് പറഞ്ഞിട്ട് 10ാമത് സ്കന്ധത്തിൽ വരുമ്പോൾ ഇതാ അങ്ങ് അവതരിക്കുന്നു. ആര്? പരമസത്യം. മനസ്സിലായി? അപ്പൊ അങ്ങനെ ഈ 1ാം സ്കന്ധത്തിൽ നമ്മൾ തുടങ്ങുന്ന നമ്മുടെ അന്വേഷണം വന്നിട്ട് 10ാം സ്കന്ധത്തിൽ എത്തുമ്പോഴാണ് അതിന്റെ റിസൾട്ടിലോട്ട് നമ്മൾ വരുന്നത് അല്ലെ. ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാം, അതായത് ആ 10ാമത്തെ തത്വത്തെ വേർതിരിച്ച് കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് 9 തത്വങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൽ ചർച്ച ചെയ്യുന്നത്. ശൂദേവ ഗോസ്വാമി ആദ്യമേ പറഞ്ഞിരുന്നു അല്ലേ. അതായത് എന്താ പറയുക, സ്ഥാനം പോഷണമൂത്തയ എന്ന് പറയുന്ന ആ ശ്ലോകമുണ്ടല്ലോ, ആ 10 സബ്ജക്ട് മാറ്റേഴ്സ് ഓഫ് ഭാഗവതം, അത്ര സർഗോ വിസർഗശ്ച, ആ ശ്ലോകം. അതിനകത്ത് 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അതായത് ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിവ, അതായത് അതിനെ നേരിട്ടും ശ്രുതേന അഞ്ജസ, രണ്ടും നേരിട്ടും അല്ലാതെയുമായിട്ട് ഈ 9 വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നതിലൂടെ ആശ്രയ എന്ന് പറയുന്ന ദശമസ്യ 10ാമത്തെ തത്വം എന്താണ്? ആശ്രയം. ഈ ആശ്രയ തത്വം ആരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഈ ആശ്രയ തത്വം ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ 9 വിഷയങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പക്ഷെ ഈ ആശ്രയ തത്വത്തെ നേരിട്ട് ചർച്ച ചെയ്താൽ നമുക്ക് ആർക്കും മനസ്സിലാകില്ല എന്നതിനാൽ ഈ 9 തത്വങ്ങൾ മാത്രമല്ല പുരാണത്തിന്റെ ലക്ഷണത്തിനകത്തും അതിന് ഇത്രയും തത്വങ്ങൾ ചർച്ച ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ആ 9 വിഷയങ്ങളെ വ്യാസമഹർഷി ഉപയോഗിച്ചത് ഈ 10ാമത്തെ വിഷയമാകുന്ന ആശ്രയ തത്വത്തെ വേർതിരിച്ച് കാട്ടുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആശ്രയ തത്വമാകുന്ന ആ പരമസത്യം, ആശ്രയ തത്വം ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഈ ശ്രീകൃഷ്ണനെ നമ്മൾ എങ്ങനെ പരിചയപ്പെടും? അതിന് നമ്മൾ 1ാം സ്കന്ധത്തിൽ 1ാം ശ്ലോകം മുതൽ പഠിച്ച് ഈ 10ാമത്തെ സ്കന്ധത്തിൽ വരുമ്പോഴാണ് നമ്മൾ ശരിക്ക് ശ്രീകൃഷ്ണനെ പരിചയപ്പെടുന്നത്. എന്നിട്ട് ഈ ശ്രീകൃഷ്ണനോട് നമുക്ക് ഭാവഭക്തി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ, അതാണല്ലോ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണനോട് ഭാവഭക്തി ഉണ്ടാകുന്നതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഉന്നം വയ്ക്കേണ്ടത് അല്ലേ. അതിനും ഈ ദശമസ്കന്ധം പഠിച്ചാലേ സംഭവിക്കൂ. എന്തുകൊണ്ടാണ്? അവിടെയാണല്ലോ ഭഗവാന്റെ ഏറ്റവും ആകർഷകമായിട്ടുള്ള ലീലകളെല്ലാം ഉള്ളത്.
എന്ന് വെച്ച് ഇത് ആരെങ്കിലും ഇതൊന്നും വായിക്കാൻ നേരെ ദശമസ്കന്ധത്തിലോട്ട് പോയിട്ട് അതിനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ 9 തത്വങ്ങളെക്കുറിച്ചും യാതൊരു ഗന്ധവുമില്ല എങ്കിൽ ഈ 10ാമത്തെ തത്വം ഇത് വെറുതെ ഒരു കഥ വായിക്കുന്ന പോലെ ഇരിക്കും. കേൾക്കാൻ കുറച്ച് സുഖമുണ്ടാകും. പക്ഷെ അത് ആ പരമസത്യമാകുന്ന എൻ്റെ ആശ്രയമാകുന്ന ഭഗവാനാണ് എന്ന തിരിച്ചറിവിൽ നമുക്ക് ഒരിക്കലും അത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആളുകൾ ഈ സപ്താഹത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവസാനത്തെ 2 ദിവസം നല്ല തിരക്കായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 10ാം സ്കന്ധം അവസാനത്തെ 2 ദിവസമായിരിക്കും പറയുക. അത് ആളുകൾ വെറുതെ പോയിരിക്കുന്നു, കേൾക്കുന്നു, അല്ലേ? കേൾക്കുമ്പോൾ നല്ല രസം, നല്ല ഇത് തീർച്ചയായിട്ടും. കാരണം വളരെ ആസ്വാദികരമാണ്. ഇപ്പോൾ ഒന്നും അറിയാത്ത ഒരാൾക്ക് ആസ്വദിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ആസ്വദിക്കലല്ല നമ്മുടെ ലക്ഷ്യം. അതാണ് നമ്മുടെ പോയിന്റ്. അതുകൊണ്ടാണ് ശ്രീല പ്രഭുപാദ പറഞ്ഞത് നമ്മളിത് നിത്യേന ഇതിനെ പഠിക്കണം. പഠിക്കുമ്പോൾ ഈ പറയുന്ന പോലെ ഓരോ പർപ്പോട്ടിലും നമുക്ക് പ്രഭുപാദരുടെ അടുത്തു നിന്നും ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു റീഅഷ്വറൻസ് എന്തെങ്കിലും വരണം. അതാണ് പ്രഭുപാദർ പറഞ്ഞത്, എൻ്റെ പുസ്തകത്തിൻ്റെ ഒരു പേജ് വായിച്ച് ഒരുത്തൻ്റെ ജീവിതം മാറുന്നത്. അത് നിങ്ങൾ വേണമെങ്കിൽ പ്രഭുപാദർ ഏതൊരു പുസ്തകം എടുത്തിട്ടും ഒരു പേജ് വായിച്ച് നോക്കും. നമ്മളത് ശരിക്കും വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള എന്തെങ്കിലും ആ ഒരു പേജിനകത്തുണ്ട്, അല്ലേ? ഒന്നാലോചിച്ച് ഇത് പ്രഭുപാദരുടെ മാത്രം മാജിക്കാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു നമ്മൾ ഓരോ ഇത് വായിക്കുന്നതോടാണ്, ഒരു പർപ്പോട്ട് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക ഈ ഇദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകില്ല, അല്ലേ? അത്രയും എന്താ പറയുക, നമ്മളെല്ലാവരും അത്രയും അനുഗ്രഹീതരാണ് ശരിക്കും. ഇങ്ങനെയുള്ളൊരു അവസരം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഗ്രഹമാണ്. നാരദ മഹർഷി പറഞ്ഞു വെച്ചിരിക്കുന്നത് അതേപടി അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ അതേപടി ശീല പ്രഭുപാദരെ പോലെയുള്ളൊരു മഹാഭാഗവതൻ്റെ ഭാവാർത്ഥങ്ങളിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ മഹാസൗഭാഗ്യമാണ്. അപ്പോൾ ഇതാണ് ഈ നാരദ മഹർഷിയും വ്യാസമഹർഷിയും ഇവരെല്ലാം തമ്മിൽ സംസാരിക്കുമ്പോൾ ലോകകല്യാണ എന്ന് പറയും. അതായത് ഈ ലോകത്തിന് മുഴുവൻ മംഗളമുണ്ടാകുന്ന രീതിയിലാണ് ഇവരെന്ത് സംഭാഷണം നടത്തിയാലും. ഇവരെപ്പോലുള്ള 2 പേര് ഇപ്പോൾ നമ്മളിതിനകത്ത് കാണുന്നുണ്ട്, വിതുരരും മൈത്രേയരും, അല്ലേ? അവരുടെ 2 പേരുടെയും സംഭാഷണം, അവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പക്ഷെ അത് ആർക്കാണ് ഗുണം? ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഗുണകരമാകുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ വ്യക്തിത്വങ്ങൾ, ഇതുപോലുള്ള വ്യക്തിത്വങ്ങളുടെ സംഭാഷണങ്ങൾ വെറുതെ കേൾക്കുക എന്ന് നമുക്ക് അത്യന്തം ഗുണകരമായിട്ടുള്ള കാര്യം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഇവർ 2 പേരും നടത്തിയ സംഭാഷണം അല്ലെങ്കിൽ ഇവർ 2 പേരും നടത്തിയ സംഭാഷണം, അല്ലെ? അതിന് മുൻപായിട്ട് ഉദ്ധവരും വിതുരരും തമ്മിൽ സംഭാഷണമാണ്. അതിനുശേഷമാണ് ഉദ്ധവർ വിതുരരോട് പറയുന്നത് അങ്ങ് മൈത്രേയ മഹർഷിയുടെ അങ്ങോട്ട് പോയാൽ. അവിടെ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നുണ്ട്, ഉദ്ധവർക്ക് അറിയാഞ്ഞിട്ടല്ല വിതുരരോട് മറുപടി പറയാതെ. കാരണം ഉദ്ധവർ വിതുരരെക്കാളും ചെറുപ്പമാണ്. അതുകൊണ്ട് പ്രായത്തിൽ മുതിർന്ന വിതുരർക്ക് താൻ ഉപദേശിക്കുന്നത് മര്യാദാലംഘനമാണെന്ന് മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങ് മൈത്രേയ മഹർഷിയെ സമീപിച്ചാൽ. അത് ഉദ്ധവർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല. മനസ്സിലായി? അങ്ങനെയാണ് വിതുരൻ മൈത്രേയ മഹർഷിയുടെ അടുത്ത് പോകുന്നു. ഇവർ 2 പേരും തമ്മിൽ സംവാദം. ഇനി അങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഈ വിഷയങ്ങൾ, അല്ലെങ്കിൽ നമ്മളീ പാടുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രമാണെങ്കിലും അത് യഥാർത്ഥത്തിൽ ഈ സ്വരങ്ങളെല്ലാം തന്നെ ഭഗവത്ധാമത്തിൽ നിന്നും താഴോട്ട് വന്നിരിക്കുന്നതാണ്. ഈ സ്വരങ്ങളുടെ ഉദ്ദേശം തന്നെ ഭഗവാനെ സ്തുതിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടതാണ് ഈ സംഗീതം എന്ന് പറയുന്ന വിഷയമാണ്. അത് ഭഗവാനെ നമ്മൾ മനസ്സുകൊണ്ട്, നമ്മൾ മനസ്സിനുള്ളിൽ ഭഗവാനെ സ്തുതിക്കണം എന്ന ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് നമ്മൾ സ്തുതിക്കുമ്പോൾ കേൾവിക്കാർക്ക് ഭഗവാന്റെ മേൽ ഭക്തി ഉണ്ടാകാൻ അത് സഹായിക്കും. അല്ലാതെ കേൾക്കുന്നവൻ നന്നായിട്ടൊന്ന് അവനെ ത്രസിപ്പിക്കട്ടെ എന്നാണെങ്കിൽ അവൻ വെറും ത്രസിച്ചിട്ട് പോകും, ഗുണമുണ്ടാകും. അതാണ് പ്രഭുപാദ് പറഞ്ഞത് നമ്മുടെ സങ്കീർത്തനം എന്ന് വെച്ചാൽ അത് പ്രീച്ചിങ് ആണ്. മനസ്സിലായി? അതായത് ഈ കേൾക്കുന്ന ആൾക്ക് കൃഷ്ണന്റെ സ്മരണ ഉണ്ടാകണം, അയാൾക്ക് അത് പറയാനും തോന്നണം. മനസ്സിലായി? ഇത് പ്രഭുപാദന്റെ ആദ്യകാലത്തെ ശിഷ്യന്മാർ, എസ്പെഷ്യലി വിഷ്ണുജനസ്വാമിയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു എൻതൂസിയാസം, വിഷ്ണുജനസ്വാമിയുടെ കീർത്തനം നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. പ്രഭുപാദന്റെ വിഷ്ണുജനസ്വാമി, പ്രഭുപാദന്റെ വളരെ തമാൽ കൃഷ്ണ മഹാരാജിൻ്റെ കൂടെ ജോയിൻ ചെയ്ത ഒരാളാണ് വിഷ്ണുജനസ്വാമി.
ആ കാലഘട്ടത്തിൽ ഏറ്റവും ഇസ്കോണിൻ്റെ ഏറ്റവും ലീഡിങ് കീർത്തനിയാണ് വിഷ്ണുചന്ദ്രസ്വാമി. അപ്പോൾ അവരെ കീർത്തനം ചെയ്യുമ്പോൾ നമുക്കറിയാം അവരാകെ കൂടെ ലക്ഷ്യം വയ്ക്കുന്നത് വെച്ചാൽ ആ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ ഇത് എങ്ങനെയെങ്കിലും റിപ്പീറ്റ് ചെയ്യണം. അവർക്കതൊരു ഭയങ്കര ചലഞ്ചും കൂടെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ ഈ 3 വാക്കും കേട്ടിട്ടേ ഇല്ല. ഒന്ന് ആലോചിക്കണം, മനസ്സിലായി. അതുകൊണ്ട് ഒരിക്കലും അവരെ ഇമ്പ്രസ് ചെയ്യണമെന്നേ ഇവർ ഉദ്ദേശിച്ചിട്ടില്ല. ഇവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും അവരുടെ മുഖത്തിൽ നിന്നും ഈ വാക്കുകൾ ഉച്ചരിപ്പിക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ആചാര്യൻ അവരോട് പറഞ്ഞു ഇതാണ് നീ ചെയ്യേണ്ടത്. അപ്പോൾ ആ അത്രയും ഒരു ശരണാഗത മനോഭാവത്തോടു കൂടി വിഷ്ണുചന്ദ്രസ്വാമി അന്ന് പാടിയതുകൊണ്ടാണ് ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ അത് ചൊല്ലിയതും പിന്നീട് ഭക്തന്മാരായത്. മനസ്സിലായില്ലാതെ അദ്ദേഹം ട്യൂണിൽ പാടുന്നു, സ്വരശുദ്ധമായിട്ട് പാടുന്നു എന്നതിനകത്ത് യാതൊരു പ്രസക്തിയും. ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും ഓഫ് ട്യൂൺ ആണോ എന്ന് നമുക്ക് തോന്നിയേക്കാം, സംഗീതം പഠിച്ചവർക്ക്, എനിക്കറിഞ്ഞൂടാ. പക്ഷേ അവിടെ അതല്ലല്ലോ ലക്ഷ്യം. എത്ര പേരത് കേൾക്കുന്നു, എത്ര പേരത് ചൊല്ലുന്നു, എത്ര പേരത് റിപ്പീറ്റ് ചെയ്യാൻ വീണ്ടും താല്പര്യപ്പെടുന്നു. അതിലാണ് നമ്മുടെ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഇരിക്കുന്നത്, അല്ലേ? അല്ല ഞാൻ നന്നായിട്ട് പാടിയോ, കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഇത് തോന്നിയോ, അതല്ലല്ലോ. അപ്പോൾ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുമ്പോൾ നമ്മളീ പറയുന്നത് ഇപ്പോൾ ഭാഗവതമാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പാടുന്ന ഹരേകൃഷ്ണ മഹാമന്ത്രമാണെങ്കിലും കേൾക്കുന്ന ആൾക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്മരണം വരണം. ആ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ വരും. അല്ലാതെ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഇവനെ കൃഷ്ണനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താം എന്ന് വിചാരിച്ചാലും നടക്കും. എന്തുകൊണ്ടാണ്? കൃഷ്ണനെ സ്മരിക്കണമെങ്കിൽ കൃഷ്ണൻ തന്നെ കഴിയണം, അല്ലേ? അല്ലെങ്കിൽ ഒരു മഹാഭാഗവതൻ കഴിയണം. രണ്ടിലൂടെയേ നമുക്കത് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കൃഷ്ണനുമല്ല മഹാഭാഗവതനുമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥനയോടുകൂടി ചെയ്യുമ്പോൾ കൃഷ്ണനോ മഹാഭാഗവതനോ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ആ ജോലി നിർവഹിച്ചു. ശ്രീമദ് ഭാഗവതം രഥരാജ് കി ജയ്. ശ്രീ